ഹലോ എവ്രി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതൊരു റിവിഷൻ ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ഒരു ബ്രീഫ് സമ്മറിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇതിലെ എല്ലാ ആക്ടിവിറ്റീസും നോട്ട്സും സമ്മറിയും കാര്യങ്ങളും ഒക്കെ നോട്ട്ബഡി.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ കിട്ടുന്നതാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഈ ഒരു ലെസണ് നമുക്കറിയാം, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ലൈഫ് സ്റ്റോറിയാണല്ലേ പറയുന്നത്. ഇത് കാണിച്ചു തരുന്നത് എന്താണ്, എന്തൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്തൊക്കെ വലിയ വലിയ അസുഖങ്ങൾ വന്നാലും ഹോക്കിങ് എങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത്, ഭയങ്കര കറേജ് ആയിട്ട് ധൈര്യത്തോടെ വിത്ത് എന്താണ് ഹ്യൂമർ അല്ലേ, നല്ല ഹ്യൂമറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഭയങ്കര ബുദ്ധിപരമായിട്ടുമാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് ജീവിച്ചിട്ടുള്ളത് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ. Okay, in 1980, Hawking delivered his inaugural lecture at Cambridge. കാംബ്രിഡ്ജിൽ ഹോക്കിംഗ് എന്ത് ചെയ്യാണ്, ഇനാഗുറൽ സ്പീച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിന്റെ ടൈറ്റിൽ എന്താണെന്ന് അറിയോ? ടൈറ്റിൽ എന്താണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസ് ദി എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയററ്റിക്കൽ ഫിസിക്സ് എന്നുള്ളൊരു ടൈറ്റിലാണ്. ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് ആ ഒരു സ്പീച്ച് നടക്കുന്നത്. ഓക്കെ, അദ്ദേഹം എന്തിനൊക്കെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്? അദ്ദേഹം ഈ ഒരു യൂണിവേഴ്സും അതിൽ സംഭവിക്കുന്ന എല്ലാത്തിനെ പറ്റി വിശദീകരിക്കുന്ന തിയറിയെ പറ്റിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. The search for the theory of everything. Okay. Born in 1942 Oxford, exactly 300 years after Galileo's death. എന്താ പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം ജനിച്ചത് 1942 ഓക്സ്ഫോർഡിലാണ്. ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ഗലീലിയോ മരിച്ച് 300 വർഷങ്ങൾക്ക് ശേഷമാണ്. ഓക്കെ, പാരൻസ് വാല്യൂഡ് എഡ്യൂക്കേഷൻ, സ്റ്റഡീഡ് അറ്റ് സെയിന്റ് ആൽബൻസ് സ്കൂൾ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അത്ര എഡ്യൂക്കേറ്റഡും അത്ര വെൽത്തി ഒന്നും ആയിരുന്നില്ല. പക്ഷെ അവരെന്താണ്, അവർ ഭയങ്കരമായിട്ട് എഡ്യൂക്കേഷന് വാല്യൂ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ലവ്ഡ് മാത്സ് ആൻഡ് ഫിസിക്സ്. ഫാദർ വാണ്ടഡ് ഹിം ഇൻ മെഡിസിൻ. അദ്ദേഹത്തിന് എന്താണ്, മാത്തമാറ്റിക്സും അതുപോലെ ഫിസിക്സും ആയിരുന്നു വളരെയധികം ഇഷ്ടമുണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് ആയില്ലായിരുന്നു. ഈവൻ ദോ അദ്ദേഹത്തിന്റെ ഫാദറിന് ഏതായിരുന്നു ഇഷ്ടം, അദ്ദേഹത്തിന് മെഡിസിൻ സബ്ജക്ട് അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാനായിരുന്നു ആഗ്രഹം. He went to Oxford in 1959 to study natural science. അങ്ങനെ അദ്ദേഹം 1959 നാച്ചുറൽ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്സ്ഫോർഡിലേക്ക് പോവുകയാണ്. നാച്ചുറൽ സയൻസിന്റെ കൂടെ തന്നെ എന്താണ്, ടു സ്പെഷ്യലൈസ് ഫിസിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയായിരുന്നു അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. At first lonely, later became witty, popular and lively. അദ്ദേഹം സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്താണ്, ഭയങ്കര ഒരു ഏകാന്തതയും കാര്യങ്ങളും ബോറടിയും ഒക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം എന്താവാണ്, കുറേയും കൂടി പോപ്പുലർ ആയി. പിന്നെ അതുപോലെ വിറ്റി, ഹ്യൂമറസ് അല്ലെ, തമാശയും കാര്യങ്ങളും ഒക്കെ ആയി. അതുപോലെ ലൈവ്ലി, ആ ഒരു ഓളത്തിനകത്ത് അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. അദ്ദേഹം പഠനത്തിലൊക്കെ ഫോക്കസ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചൂസ് തിയററ്റിക്കൽ ഫിസിക്സ്, ഗോട്ട് എ ഫസ്റ്റ് ക്ലാസ് ആൻഡ് ജോയിൻഡ് കാംബ്രിഡ്ജ്. അദ്ദേഹം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തിയററ്റിക്കൽ ഫിസിക്സ് ആയിരുന്നു. അതിൽ തന്നെ അദ്ദേഹത്തിന് എന്താണ്, ഫസ്റ്റ് ക്ലാസ് കിട്ടുകയാണ്. ഫസ്റ്റ് ക്ലാസ് കിട്ടിയതുകൊണ്ട് തന്നെ അദ്ദേഹം കാംബ്രിഡ്ജിൽ ജോയിൻ ചെയ്തു. അറ്റ് 21 ഡയഗ്നോസ്ഡ് വിത്ത് ALS, ഡോക്ടേഴ്സ് ഗേവ് ഹിം 2 years to live. അങ്ങനെ 21 വയസ്സിലാണ് അദ്ദേഹത്തിന് ALS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ വന്നിട്ടുള്ളത്. എന്തായിരുന്നു ALS? അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ്. അത് വന്ന സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞത് എന്താണ്, ഇനി ഇദ്ദേഹം എന്താണ് കൂടുതൽ കാലം ജീവിക്കില്ല, മാക്സിമം പോയാൽ 2 years ഉള്ളൂ. ആ ഒരു സമയത്ത് എന്താണ്, ഡിപ്രഷൻ ഫോളോഡ്. ബട്ട് മീറ്റിംഗ് ജെയിൻ വാറ്റ് ഗേവ് ഹിം ഹോപ്പ്. ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ട്. ബട്ട് എന്താണ്, ജെയിൻ എന്ന് പറഞ്ഞ ഒരാൾ ലൈഫിലേക്ക് വന്നതോടുകൂടി അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ, ഒരു ഹോപ്പ് കാര്യങ്ങളൊക്കെ വരുവാണ്. കുറച്ചും കൂടി എന്താണ്, ഗിവ് അപ്പ് ചെയ്യരുത് എന്നുള്ള തോട്ടെല്ലാം വന്നു. Married Jane in 1965, got research fellowship at Caius College. അദ്ദേഹം 1965 ജെയിനെ കല്യാണം കഴിക്കുന്നത്. ജെയിൻ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വൈഫ് തന്നെയാണ്. ആ ഒരു സപ്പോർട്ടും കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന് റിസർച്ച് ഫെലോഷിപ്പ് കിട്ടുകയാണ് കയസ് കോളേജിൽ. ഓക്കെ, ഡെസ്പൈറ്റ് ഇൽനെസ് ഏൺഡ് ഫെയിം ഫോർ ബോൾഡ് ക്വസ്റ്റ്യൻസ് ഇൻ സയൻസ്. അദ്ദേഹത്തിന് എന്താണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്താണ്, അദ്ദേഹം ഭയങ്കരമായിട്ട് ഫേമസ് ആവാണ്. എന്തിന്റെ പേരിൽ? അദ്ദേഹം സയൻസിൽ ഒരുപാട് വലിയ വലിയ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. wrote a brief history of time in 1988, making cosmology simple. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. പിന്നെ ഓവർകെയിം ഡിസബിലിറ്റി വിത്ത് ഹ്യൂമർ ആൻഡ് കറേജ്, ബിക്കം ദി സൂപ്പർനോവ ഓഫ് ഫിസിക്സ്. അദ്ദേഹം സൂപ്പർനോവ ഓഫ് ഫിസിക്സ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം എന്താണ്, ഈ ഒരു ഡിസബിലിറ്റി, ഈ ഒരു ബുദ്ധിമുട്ട്, വല്ലായ്കയും കാര്യങ്ങളൊക്കെ ഓവർകെയിം ചെയ്തത് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ കറേജും ഹ്യൂമറും കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്.
എക്സാം ആവാനായിട്ടുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊമൻസിൽ ചോദിക്കാം. പിന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും സമ്മറിയും കാര്യങ്ങളൊക്കെ notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ കിട്ടുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.